ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലോജിക്കൽ ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ്, നമ്മളന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും എന്ന്. അപ്പോൾ ഗായ്സ്, നമ്മൾ പല വീഡിയോകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ട്രെയിനുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ബുദ്ധിയിൽ വെച്ച ഒരു ഐഡിയ ആണ്. നമുക്ക് നമ്മുടെ ട്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രെയിനിനെ എന്തെങ്കിലും വെച്ച് നിർത്താൻ പറ്റുമോ എന്നാണ്. GTA 5 നമുക്ക് ട്രെയിനിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അത് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. മോഡ് ഉപയോഗിച്ചല്ലാണ്ട് നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാറോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ നിരത്തി റെയിൽപാളത്തിൽ വെച്ചിട്ട് നമുക്ക് ട്രെയിൻ നിർത്താൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മൾ ഏറ്റവും അവസാനം GTA 5 ഏറ്റവും നല്ല ഹെവി വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ മിലിറ്ററി ബേസിലെ മറ്റേ ടാങ്കറില്ലേ, അതാണ് വയ്ക്കാൻ പോണേ. അത് വെച്ചിട്ടായാലും നിൽക്കണം വണ്ടി, അല്ലെങ്കിൽ പിന്നെ നല്ല കല്ല് സ്ട്രോങ് ആവണം. അപ്പോൾ നമുക്ക് സമയമൊന്നും വൈകിപ്പിക്കാണ്ട് നമുക്ക് നേരെ റെയിൽപാളത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ പോകുന്നത് സാൻഡി ഷോസിലെ റെയിൽപാളത്തിലാണ്. അവിടെയാണ് ഇച്ചിരി കൂടി സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതുപോലെ തിരക്കൊന്നുമില്ല. നമ്മുടെ ലോസ് ആൻഡോസിലൊക്കെയാണ് ഭയങ്കര തിരക്കാണ്. പിന്നെ ഭയങ്കര ട്രാഫിക്കായി കാര്യങ്ങളായി ഭയങ്കര സീനാവും പിന്നെ. അപ്പോൾ സാൻഡി ഷോസിലാണെങ്കിൽ അധികം മനുഷ്യരൊന്നുമില്ല, അധികം ആൾക്കാരൊന്നുമില്ല, വലിയ തിരക്കുമില്ല, സീനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നല്ല ഫ്രീ ആയിട്ടുള്ള സംഭവമൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നേരെ സാൻഡി ഷോസിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഞെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് GTA 5 ഇതുപോലത്തെ മോഡ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സാൻഡി ഷോസിലേക്ക് പോവാം. ഗായ്സ്, അപ്പോൾ നമ്മൾ സാൻഡി ഷോസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ 2-3 അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ദൂരെയാണ് പോണത്. അത് ഇവിടെ അല്ല, ഈ റോഡ് സൈഡിലല്ല നമ്മൾ പോണത്. നമ്മൾ കുറച്ച് ദൂരെ പോയിട്ട് അത് ഇവിടെ ആണ് നമ്മൾ ചെയ്യണ പരിപാടി. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വലിയ റോഡൊന്നുമില്ല, കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ അത്ര അടുത്തൊന്നുമല്ല. ഓക്കെ, അപ്പോൾ പൊട്ടിത്തെറികളൊന്നും റോഡിലേക്ക് പോവില്ല, അപ്പോൾ സീണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്കിൾ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ നമ്മുടെ റെയിൽപാളത്തിൽ നിന്നാൽ നമ്മുടെ ട്രെയിൻ നിൽക്കുമെന്നാണ് നമ്മുടെ ആദ്യത്തെ പരീക്ഷണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോ ഇടയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം നമ്മുടെ ട്രെയിൻ എപ്പോഴും വരില്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാണ് നമ്മുടെ ട്രെയിൻ വരുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത്ത് വെറുതെ കൂടണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആണ്, നമ്മുടെ മൈക്കിൾ താടി മൂടിയൊന്നും വെട്ടലില്ല. അപ്പോൾ ആകെ സെറ്റപ്പൊക്കെയാണ്, കണ്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെയിനൊന്നും കാണാൻ പറ്റണില്ല. ഇപ്പം തന്നെ വരേണ്ടതാണ്, ഈ സമയത്ത് വരേണ്ടതാണല്ലോ. നമുക്ക് ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് മറ്റേ ട്രെയിനിൻ്റെ ഹോണിൻ്റെ ഒച്ച കേൾക്കാം. ദൂരെ എന്നൊരു ട്രെയിൻ കാണാം, അടുത്തടുത്തേക്ക് വണ്ടി. ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ മൈക്കിൾ നിന്നാ പോകുന്നതാണ്. ദൈവമേ, മൈക്കിളെ ഓടിക്കോ, ട്രെയിൻ നിക്കള്ള. ട്രെയിനിൻ്റെ ഡ്രൈവർ പൊട്ടക്കണ്ണനാന്ന്, എൻ്റെ മോനെ. നമ്മുടെ മൈക്കിൾ ഇതാ താഴേക്ക് വീണിരിക്കുക, ചത്തട്ടില്ല ഭാഗ്യം. ചോരൊക്കെ കുറച്ച് പോയിട്ടുണ്ട്, എന്നാലും സീനൊന്നുമില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ മൈക്കിൾ നിന്നാ ട്രെയിൻ നിൽക്കൂല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത പരീക്ഷണം നമ്മുടെ ഈ കാർ തന്നെയാണ്. ഇത് എന്തായാലും നമ്മുടെ കാറല്ല, വല്ലവൻ്റെ കാറാണ്. അപ്പോൾ നമുക്ക് ഈ കാറ് വെച്ചാൽ നമ്മുടെ വണ്ടി അല്ല ട്രെയിൻ നിൽക്കോ എന്നാണ് ഇനി അടുത്ത പരീക്ഷണം കേട്ടോ. ഓക്കെ, കാറൊക്കെ ഒന്ന് മര്യാദയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പെട്ടെന്ന് ഒറ്റയടിക്ക് തെറിച്ച് പോരുത്, ആ രീതിയിൽ നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെയിൻ വന്ന് വെയിറ്റ് ചെയ്യാം. ട്രെയിന് പോരണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല, അതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നമ്മുടെ മെനുവിടെ സ്പൂണർ മോഡ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ദൂരെ ഒന്ന് കാണാം കേട്ടോ. നമ്മുടെ ട്രെയിൻ വന്നുണ്ട്, നമ്മുടെ മൈക്കിൾ അവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ, അയ്യോ, ഇത് ട്രെയിൻ വണ്ടി കൊണ്ട് പോകണു. ഈ ട്രെയിൻ നിൽക്കണ ആരെയും വണ്ടി ഉണ്ടാവില്ലെന്ന് തോന്നണു. ഇതേ കണ്ട, ഓ, ട്രെയിൻ തള്ളിക്കൊണ്ടാവുള്ള വണ്ടീനെ, എൻ്റെ മോനെ. അപ്പോൾ നമ്മുടെ കാറെങ്ങും താഴേക്ക് പോകണില്ല. നമ്മൾ കറക്റ്റായിട്ട് ആ റെയിൽ പാളത്തിൽ വെച്ചു കൊടുത്ത കാരണം നമ്മുടെ ട്രെയിനും വണ്ടി ഒരുമിച്ചാണ് പോണേ.
ട്രെയിൻ പോണ സ്പീഡിൽ വണ്ടി പോകുന്നുണ്ട്. എൻ്റെ മോനെ, ഇനി വണ്ടി എവിടെ നിൽക്കണേന്നൊന്നും അറിയാൻ പാടില്ല. നമ്മുടെ ലോസ് ആൻഡോസിലെ ആ സ്റ്റേഷനിൽ ഒന്ന് നോക്കി നമുക്ക് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പോലീസ് വണ്ടി വെച്ച് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ 4 പോലീസ് വണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ, കണ്ടോ. നമ്മുടെ പോലീസ് വണ്ടിയുടെ പുതിയ മോഡലാണ് ഇത്. ബാക്കിയൊക്കെ പഴയതാ, ബാക്കിയൊന്നും ശേഷിയില്ല. ഇതിന് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ 4 എണ്ണം വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു കാർ വെച്ചിട്ട് വണ്ടി അങ്ങോട്ട് ഒരു ഇതായില്ല, ഒരു സുഖമായില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ 4 എണ്ണം വെച്ചിട്ട് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഗൈസ്, ഇതേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ പാടില്ല, നോക്കാം നമുക്ക്. എൻ്റെ മോനെ, മിക്കവാറും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. എൻ്റെ മോനെ. അപ്പോൾ നമ്മുടെ 4 കാറും പൊട്ടി തെറിച്ചിട്ടുണ്ട്. 4ഉം തീ പിടിച്ചത് പറഞ്ഞാൽ കിടന്ന കറങ്ങാണ്. എൻ്റെ മോനെ, 1 2 3 4 4ഉം കത്തിയുണ്ട്. 4 പൊടി പോലും ഇല്ല, കണ്ടോ. ഓ, കത്തി കരിഞ്ഞു പോയി. രണ്ടാമത്തെ വണ്ടി, അയ്യോ, മൂന്നാമത്തെ വണ്ടി, നമ്മുടെ നാലാമത്തെ വണ്ടി ശരിക്കും കരിഞ്ഞു പോയി. അതല്ല നമ്മൾ ആദ്യം വെച്ച ശരിക്കും ഇടിച്ച് തവിടോടെ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ വയ്ക്കാൻ നമ്മുടെ പോലീസുകാരുടെ ഏറ്റവും പവർ കൂടിയ വണ്ടിയാണ് ട്രക്ക്. അപ്പോൾ നമ്മുടെ പോലീസുകാരുടെ ഏറ്റവും പവർ കൂടിയ വണ്ടിയാണ്, ഫുള്ളി ആർമേർഡ് ട്രക്കാണ്. അപ്പോൾ ഈ LSPDയുടെ ഏറ്റവും പവർ കൂടിയ ട്രക്കൊക്കെ തന്നെയാണ് ഇത്, കണ്ടോ. ഫുള്ളി ബുള്ളറ്റ് പ്രൂഫ് ടയർ, എല്ലാ സാധനവും A to Z സാധനങ്ങൾ ബുള്ളറ്റ് പ്രൂഫാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ട്രെയിൻ ഇടിച്ചാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ വരാറായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അതെ വന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ, ഇതൊരു വെറൈറ്റി എക്സ്പെരിമെൻ്റ് ആയി പോയി എന്തായാലും. അപ്പോൾ നമ്മുടെ വണ്ടി പൊട്ടിത്തെറി ചിലപ്പോൾ കുറവായിരിക്കും, ആർമേർഡ് വണ്ടിയല്ലേ. എൻ്റെ മോനെ, ഇതൊക്കെ കൂടി തള്ളി കൊണ്ടുപോകണമെന്ന് തോന്നണു. ഇല്ല ഗൈസ്, ഒക്കെ പോയി. അപ്പോൾ ചെറിയ ചെറിയ കത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി. ഈ വണ്ടിയുടെ വണ്ടി കത്തുണ്ട്. രണ്ടാമത്തെ വണ്ടിയാവും പെർഫെക്റ്റ് ആണ്ടാ. അതിൻ്റെ ബമ്പർ മാത്രം പോയിട്ടുള്ളൂ, ബാക്കിയൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ മോന്, ഈ വണ്ടി നല്ല പൊത്താൻ പോലെ ഇരിപ്പുണ്ട്. മറ്റേ വണ്ടി കരിഞ്ഞുപോയി. അപ്പോൾ നമ്മുടെ 2 വണ്ടി കറക്റ്റ്, അയ്യോ ഇതൊന്നിട്ട് സംഭവം, നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഏത് വണ്ടി വെക്കണ്ടേന്ന് ഒരു ഡൗട്ടായാലോ. നമുക്ക് ലാസ്റ്റ് വയ്ക്കാം ഹെവി വണ്ടികൾ. ഇനിയിപ്പോൾ ഏത് വണ്ടി വയ്ക്കും ഗൈസ്? എന്നാൽ നമുക്ക് ആ വണ്ടി ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ആ വണ്ടി നമ്മുടെ ഈ വണ്ടി ശരിക്കും പുത്തൻ കണ്ടീഷനാ, ഒന്നും പറ്റിയിട്ടില്ല ഈ വണ്ടിക്ക്. പോവാ ഗൈസ്, എൻ്റെ തലയിൽ ഉദിച്ചു. അടുത്ത നമുക്ക് ഫയർഫോഴ്സ് ചെയ്യാം ഗൈസ്. ഇതേ ഫയർഫോഴ്സ് പോണു. അപ്പോൾ ഇപ്പോൾ ഫയർഫോഴ്സ് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ ഏത് വണ്ടി എടുക്കുന്നൊരു ആകെ ഡൗട്ടായാണ്. അപ്പോൾ ഗൈസ് നമ്മൾ 4 ഫയർഫോഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹെവി ട്രക്ക് തന്നെയാണ്. പിന്നെ ഫയർഫോഴ്സ് പിന്നെ ഹെവി അല്ലാണ്ടിരിക്കുമോ, നല്ല പവറുള്ള വണ്ടിയൊക്കെ തന്നെയാണ് 4 വണ്ടിയും. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഗൈസ്, എന്താവുന്നൊന്നും അറിയില്ല. എൻ്റെ മോനെ, ഇത് 4ഉം തള്ളിക്കൊണ്ടുണ്ട്. ഒരെണ്ണത്തിന് ബമ്പർ പോയിട്ടുണ്ട്. ഓ മാൻ, ഒരെണ്ണം മാത്രം നിൽക്കണുള്ളൂ ട്രെയിനിൻ്റെ കൂടെ പോകണമെന്ന് തോന്നണം കേട്ടോ ഗൈസ്. ഏതെങ്കിലും കമ്പൊക്കെ കമ്പും മേടിച്ച വണ്ടി ഇതേ താഴെ കിടക്കുന്നുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ഈ വണ്ടി പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ബമ്പർ മാത്രം പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടികൾ നോക്കാം ഗൈസ്. ഈ വണ്ടിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, അതേ കണ്ടോ. അതിൻ്റെ ചില്ല് പൊട്ടിയതല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല വണ്ടി, കണ്ടോ. നല്ല ഹെവി ട്രക്കായതുകൊണ്ട് വലിയ ഡാമേജ് ഒന്നും പറ്റില്ല. അപ്പോൾ ഗൈസ് നമുക്ക് അവസാനമായിട്ട് നമ്മുടെ പാൻസറൊക്കെ കേട്ടോ ഗൈസ്, ടാങ്കർ മിലിറ്ററി. അപ്പോൾ ഗൈസ് നമ്മുടെ മിലിറ്ററി വണ്ടി, ഇന്നും മിലിറ്ററിയുടെ പവർ നമ്മൾ നോക്കും ഗൈസ്. എൻ്റെ മോനെ, ഈ വണ്ടി ഇടിച്ചിട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ ഇതൊരാകെ മോശം കേട്ടാണ്. പിന്നെ വേറെ നമ്മൾ പറഞ്ഞാൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഇന്ന് ഫുൾ ട്രൈ നോക്കും. നമ്മളിന്ന് ഒരു ദിവസത്തേക്കൂടെ നമ്മൾ 4 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്, ബ്ലോക്കായിട്ട് 4 വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കയറി ഇരുന്ന് പൊട്ടിക്കാം.
ട്രെയിൻ വന്നേരത്ത് നമുക്ക് ഇതുപോലെ കണ്ടോ ഇതെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും ട്രെയിൻ തകരേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇനി GTA 5 ട്രെയിൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. വണ്ടി നല്ല പവർഫുള്ളായിരിക്കും ട്രെയിൻ. അപ്പോൾ ഗൈസ് നമുക്ക് രണ്ടിലും ഒന്നറിയണം ഇന്ന് ട്രെയിൻ നിൽക്കോ നിൽക്കില്ലെന്ന്. അപ്പോൾ നമുക്ക് വെടിയൊക്കെ ഒന്ന് വെച്ചേക്കാം. സാധനം ഫുള്ളി ലോഡറാണ്, സീനൊന്നുമില്ല. നമ്മുടെ 5 ഉണ്ട്, 5 ടാങ്കർ, പിന്നെ ഒരെണ്ണം നമുക്ക് പൊട്ടിക്കാം. ഓക്കെ ഗൈസ് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്, നമുക്ക് പൊട്ടിക്കാം. ഇപ്പോഴേ പൊട്ടിച്ചു കൊടുക്കാം. ദേ കണ്ട നമ്മൾ വെടിവെക്കുന്നതൊക്കെ കൊള്ളണ്ട്, പക്ഷെ ട്രെയിനൊന്നും പറ്റില്ല. എൻ്റെ മോനെ, എൻ്റെ ദൈവമേ, നമ്മൾ വെടിവെച്ചിട്ട് ഒരു ഇതുമില്ലാട്ടാ. വണ്ടി ഒറ്റ പോക്ക്, ദേ ഒരു ഡാമേജും ഇല്ല ട്രെയിനിന്. ഇത് എന്ത് സ്ട്രോങ് ആളെ ഗൈസ്. ഇപ്പൊ ഇത് കട്ട സ്ട്രോങ് ഉണ്ടോ. അതെ നമ്മുടെ മിലിറ്ററിയുടെ വണ്ടിയൊക്കെ പവർ തന്നെ. അതെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല, പൊട്ടിയൊന്നും തെറിച്ചിട്ടില്ല, വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനാണ്. എൻ്റെ മോനെ എന്താ നോക്കി ഗൈസ്. അപ്പൊ നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയും പോയി എന്നൊക്കെ ഞാൻ എല്ലാ പ്രതീക്ഷയും പോയി ഗൈസ്. എൻ്റെ അവനൊക്കെ ഇതിനും പൊട്ടിച്ചിടാം. ആരെയും വണ്ടി എടുക്കണ്ട, നമുക്ക് എല്ലാം പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ എനിക്ക് ആകെ വിഷമായി. ട്രെയിൻ നമുക്ക് നിർത്താൻ പറ്റിയില്ല. അപ്പം നമ്മളെ ഗൈസ് നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ട്രെയിൻ നമുക്ക് നിർത്താൻ പറ്റിയിട്ടില്ല. അയ്യോ സ്റ്റാർട്ടാവടാ ഗൈസ്. നമ്മുടെ വണ്ടി ഓഫായി പോയി, പെട്ടെന്ന് ഓഫായി പോയതാവുള്ള വണ്ടി സ്റ്റാർട്ടാവുള്ള. നമുക്ക് ഇറങ്ങിയിട്ട് ഒന്നുകൂടി കയറി വെക്കാം. ഇനി വല്ല ഗ്ലിച്ചോ അങ്ങനെ എന്തോ വല്ല ആണോ? കയറി. എൻ്റെ മോനെ വണ്ടിയുടെ പണിക്കുറ്റം തീർന്നോ ഗൈസ്? വണ്ടി സ്റ്റാർട്ടാവുള്ള, വേറെ ഒന്നല്ല, വണ്ടിയുടെ പെട്രോൾ ആയിട്ടാ തീർന്നു മോനു. കണ്ട വണ്ടി അനങ്ങാനുള്ള. ഓ എൻ്റെ മോനെ, നമുക്കൊന്ന് പോകാനും കൂടി പറ്റില്ല, നടന്നു വേണ്ടി വരും ഇന്ന് ലോസ് ആൻഡോസ് വരെ. നമ്മുടെ ഉള്ള കാർ കൂടി നമ്മൾ കളഞ്ഞു ഗൈസ്. അപ്പോൾ ആകെ ഒരു പ്രതീക്ഷ, അവിടെ ഒരു ഫയർഫോഴ്സ് എടുക്കുന്നുണ്ട്. ഈ പാട്ട വണ്ടി മിലിറ്ററിയുടെ വണ്ടി എന്നാ പറയാൻ കൊള്ളുള്ളൂ, ഒക്കെ പാട്ട വണ്ടിയാ ഗൈസ്. അവിടെ ഒരു ഫയർഫോഴ്സ് ഇരിപ്പുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പൊട്ടിച്ചു കളഞ്ഞു. ആ ദേശത്തിൽ നമ്മളെല്ലാം പൊട്ടിച്ചു കളയുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ ആകെ ഒരു ഇതായിപ്പോയി. അപ്പൊ നമുക്ക് ഫയർഫോഴ്സ് എടുക്കാം. നമ്മുടെ ആകെ ഉള്ള ഒരു പ്രതീക്ഷ അതേ ഒരു ട്രെയിനെ അടുത്ത പ്രാവശ്യം ശരിയാക്കി തരാട്ടാ. അപ്പൊ ഗൈസ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മള് ആകെ പരാജയപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോട്ടെ, ട്രെയിനിന്റെ ഇടികൊള്ളാണ്ട് പെട്ടെന്ന് പോകണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കനൊക്കെ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും